പാറു ഒന്ന് ചിരിച്ചേ. പാറുവിനോട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിക്കണ ചിരിയാണ്ട് 32 പല്ലും കാണിച്ചിട്ടാണ് ടോട്ട ചിരി. അപ്പോൾ കുറേ നാളെ ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് ഒന്ന് എറണാകുളത്ത് പോകണം. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും അമ്മയുടെ സ്കാനിങ് റിപ്പോർട്ട് ഇന്ന് കിട്ടും, അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ലോട്ടറി അടിച്ച പോലെ ചെയ്തിട്ട്, കാരണം എറണാകുളം കറങ്ങുകയും ചെയ്യാം, സ്കാനിങ് റിപ്പോർട്ട് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ നട്ടപ്പുറം വെയിലത്താണ്ട് ഇറങ്ങണം. അമ്മ പറഞ്ഞു 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 1 മണി 2 മണി ഏകദേശം ആ ഒരു ടൈം ആയപ്പോഴേക്കും ഉടുത്തൊരുങ്ങി ഇറങ്ങി. അപ്പോൾ പാറുവിനോടും എന്തായാലും വീഡിയോ ഓണാക്കിയിട്ട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അവൾ നല്ലോണം ചിരിക്കുകയൊക്കെ ചെയ്യും, ഉമ്മയും തരെയൊക്കെ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ KSRTC ബസ്സൊക്കെ കയറി നേരെ എറണാകുളം എത്തിയിട്ടോ. അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ഇന്നാണ് കിട്ടേണ്ടതെന്ന് അവിടെ പോയി അതൊക്കെ വാങ്ങിച്ചു. നേരെ ഓപ്പോസിറ്റ് പിള്ളേരുടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷ് പാർക്ക് ഉണ്ട്, അവിടെ കളിക്കാൻ നല്ല രസമാണ്, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇറങ്ങിയ നേരെ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് നമുക്ക് പിള്ളേരെ കൊണ്ട് അവിടെ കളിക്കാൻ പോകാൻ പറ്റില്ല. കാരണം നമുക്ക് നിൽക്കാൻ പറ്റില്ല, പിള്ളേർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം വെയിലടിച്ച് അവർക്കും വയ്യാണ്ടാവും, ടാൻ അടിച്ചാൽ നമുക്ക് മുഖം ഫേസ് എന്തോ പോലെയും. അതുകൊണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡ് കുറച്ച് പുഴയല്ല, ആ ഒരു സൈഡിൽ നമുക്ക് മറൈൻ ഡ്രൈവ് പോലെ തന്നെ ഇരിക്കാനുള്ള തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം കഴിച്ച് കൂട്ടിയിട്ട് നമുക്ക് വെയിലൊക്കെ ഒന്ന് മങ്ങിക്കഴിയുമ്പോൾ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് കളിക്കാൻ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്കത് അത്ര പിടിച്ചിട്ടില്ല കേട്ടോ. വേറെ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ അവർക്ക് അതൊക്കെ കണ്ടപ്പോൾ. പക്ഷേ നമ്മൾ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അവരുടെ റിലേ മൊത്തം പോയി. പാറുവിനെ അവിടെ കളിക്കാൻ പറ്റാത്തതിൻ്റെ ആ വാശി മൊത്തം കാണിച്ച് തീർക്കണം കേട്ടോ. എന്ത് ചെയ്യാനാണ്, പക്ഷേ വെയിലായി പോയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ തന്നെ പോകുന്നു. അവിടെ കുറച്ച് നേരം കണ്ട നല്ല വെയിലടിക്കുന്നുണ്ട് പാറുവിൻ്റെ മുഖത്ത്. പിന്നെ ചൂടങ്ങനെ അറിയണില്ല കേട്ടോ, കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. കുറച്ച് നേരം അങ്ങനെ വെയിൽ. അപ്പോൾ അത്യാവശ്യം കോളേജ് പിള്ളേരെല്ലാവരും അവിടെ വന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് മരത്തിൻ്റെ തണലിങ്ങനെ ഇരിക്കാനായിട്ട്, വെയിലൊന്നും അടിക്കില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഒരു വെയിലൊക്കെ ഒന്ന് മങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പിള്ളേരെ കൊണ്ട് കളിക്കാൻ ഇറങ്ങിയത്. പാറുവിൻ്റെ ഒരു കയറ്റം കണ്ട, അവൾക്ക് മുകളിലോട്ട് കയറി പോകണം. അവൾക്ക് ചെറിയ സാധനങ്ങളൊന്നും പിടിക്കില്ല, ഇതേപോലത്തെ വലിയ വലിയ സാധനങ്ങളാണ് പിടിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കും മതിയായിട്ടോ. കാരണം ഇവരെയും കൊണ്ട് നമ്മളാണല്ലോ ഓർഡർ ചെയ്ത് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അവൾക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രാന്താവും, നമ്മൾ വയ്യാണ്ടാവും. അവരെയും കൊണ്ട് കുറച്ചൊരു ഊഞ്ഞാലാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ലൈഡിൽ ഇരിക്കണതാണ് എൻ്റെ പൊന്ന് ദൈവം, എൻ്റെ നടുവൊക്കെ പോയി. കാരണം കുറേ പ്രാവശ്യമായിട്ട് അവൾക്ക് തന്നെ കയറി ഇറങ്ങി ഒഴുകാൻ അറിയില്ലല്ലോ. അല്ലും നല്ലോണം കളിക്കുന്നുണ്ട് കയറി ഇറങ്ങി. ഇവിടെ നമ്മൾ പൊക്കിയെടുത്തിട്ട് പകുതിശ് കാണിക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നേരെ നമ്മൾ KSRTC സ്റ്റാൻഡിലോട്ട് പോന്നു. അവിടെ നിന്ന് വീട്ടിലോട്ട് പോരാ കേട്ടോ. നമുക്ക് മതിയായിട്ട് സത്യം പറഞ്ഞാൽ ഒരു 4 മണി 5 മണി ആ നേരം ആയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഈ നേരത്താണ് അവിടെ ചെല്ലണ്ട. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.